അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി പാജസ് പിനാക്കോസ് അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. പുലർച്ചെ 3:30 അസൈൻമെൻറ്റ് ചെയ്ത് രാവിലെ 5 മണിക്ക് അലാറം വെച്ച് ഹൈക്കിന് പോകാൻ ഞാൻ സെറ്റായി. ഒന്നും നോക്കിയില്ല, നേരെ ബ്രഷ് ചെയ്തു, പിന്നെ അങ്ങോട്ട് കുറച്ച് ഫുഡ് പാക്ക് ചെയ്തു. ഈ ഓസ്ട്രേലിയയിലെ മോർണിംഗ്സ് അടിപൊളിയാക്കണ മെയിൻ സംഭവം കിളികളാട്ടോ. ഭയങ്കര രസമാണ് കേൾക്കാൻ. ഗൈസ് ഊബറിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് നെറാങ് സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ നിന്ന് എനിക്ക് ഒറ്റ സ്റ്റോപ്പ് എടുത്ത് അപ്പുറത്തെത്തും. റോബീന എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ എനിക്ക് പോവാം. ഇവിടെ ഒരു കാർഡ് ടാപ്പ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അത് ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 സ്റ്റോപ്പുള്ളൂ അങ്ങോട്ട്, മാക്സിമം മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നിന്ന് ഒരു റോബീന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വാർസിറ്റി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വാർസിറ്റിയാണ് ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ്. ഏകദേശം എൻ്റെ പറയും പിന്നത്തെ സ്റ്റോപ്പ് ഞാൻ ഇറങ്ങും, അതായത് റോബീന. ട്രെയിനിന് വരാൻ എത്ര മിനിറ്റ്? 8 മിനിറ്റ്സ് ഉണ്ടെന്ന് കാണിച്ചുതരാം. ഉണ്ടോ? ഓസ്ട്രേലിയ മെയിനായിട്ട് കുറച്ച് സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്വീൻസ്ലൻഡിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ക്വീൻസ്ലൻഡ് മാത്രമായിട്ടുള്ളൊരു ട്രെയിനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ട്രെയിനായാലും ട്രാമായാലും ഈ ഒരു എക്സിറ്റ് ബട്ടൺ എല്ലാ ഡോറും ഉണ്ടാവും. ഇതുമ്പോൾ ഓൾറെഡി ഇറങ്ങാനേക്കാളും മുമ്പ് നെക്കി വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ തുറക്കും. അങ്ങനെ ഞാൻ റൊബീന സ്റ്റേഷനിലെത്തി. എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാൻ 2 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. എൻ്റെ പോളിഷ് ഫ്രണ്ട് ഭാരത്, അവൻ എനിക്ക് വെയിറ്റിംഗ് ആയിരുന്നു. Good. How are you? Yeah, not too bad. I'm trying to take a vlog today. You know, I started a YouTube channel. Yeah. Yeah, I saw. I wanted to speak English, but yeah, it's hard in the first time. Yeah, I know. Yeah. Where are we going? Exactly. I don't know. Pages Pinnacle. Okay. ഞങ്ങളവിടെ എത്തിയപ്പോൾ അവിടെ റോഡ് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രാഫിക് കൺട്രോളാണ് ഞങ്ങൾ അങ്ങോട്ട് ഗൈഡ് ചെയ്തത്. പേജസ് പിനാക്കിൾസിലോട്ട് പോകാനായിട്ട് 2 ട്രാക്ക് ഉണ്ട്, അഡ്വാൻസും ഈസിയും. നമ്മൾ അഡ്വാൻസിലേ ചൂസ് ചെയ്യുള്ളൂ. പക്ഷേ അഡ്വാൻസിൻ്റെ പണി പിന്നീടാണ് മനസ്സിലായത്. ആദ്യത്തെ 2 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ ഉള്ളൂ. എൻ്റെ അമ്മ, അതൊക്കെ ഒരു രക്ഷയില്ല. അണ്ണം കയറി പോവാ. എൻ്റെ ഉപ്പാടലായി. ഞാൻ നോർമൽ നല്ല ട്രക്കൊക്കെ ചെയ്യാറുണ്ട്. ഇത് അഡ്വാൻസ് ട്രാക്കാന്ന് പറഞ്ഞേ, അതുകൊണ്ട് നൈസാണ് എനിക്ക്. ഓ, റെഡ് ബുൾ എടുക്കണ്ടേ വന്നു. പക്ഷെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുറച്ച് ആശ്വാസമായി. കാരണം ഫസ്റ്റത്തെ ട്രക്ക് ഒരു മാതിരി കയറ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ എല്ലാ ബോയ്സ് ട്രിപ്പ് പോലെ തന്നെ വർത്താനായി, പൊളിറ്റിക്കൽ ചർച്ചാ വിഷയമായി, വീട്ടുകാര്യങ്ങളായി. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഇടവഴി കണ്ടു. പാമ്പുകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി നല്ല ഹാർഡായിട്ട് സ്റ്റോംപ് ചെയ്യണതാണ് ഈ കാണുന്നത്. ഞങ്ങളൊരു സൈഡ് വഴി കൂടെ ഇടവഴി കൂടെ ഒരു നമ്മൾ ഗെയിമിൽ കാണുന്ന പോലെ മാർഷ് ലാൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ഇങ്ങനെ ചതുപ്പ് നിലം, നമ്മളിങ്ങനെ മരങ്ങളൊക്കെ പൊന്തിക്കുന്നുണ്ട്, അവിടെ എത്തിക്കാണ്. കൊള്ളാട്ടോ, ഭംഗിയുണ്ട്. ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഊരി. എൻ്റെ അമ്പോ, രാവിലെ 5 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ നടക്കണ കാരണം ഭയങ്കര ചൂടായിരുന്നു, വേർത്തൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ജാക്കറ്റ് മാറ്റി. അപ്പോൾ ജാക്കറ്റ് മാറ്റിയപ്പോൾ നടക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയോ. ഭാരത്ത് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കട്ടോ. പുള്ളിയുടെ ഫണ്ണിന് ചെയ്യുന്നതാണ്. അവിടെ കുറച്ച് സൂം ചെയ്താൽ കുറച്ച് ഡക്കിനെ കാണാൻ പറ്റും, പക്ഷെ എനിക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കിയാൽ അതേ കാണണേ, ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഞങ്ങളൊരു കാട്ടിക്കാട് ഇങ്ങോട്ട് ചാടി വന്നാട്ടോ. പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു.
Show me, boss. This is like a fresh poop. അതായത് നല്ല ഫ്രഷ് കാട്ടം. ഇവിടെ എന്തോ വന്നിട്ടുണ്ട്. കണ്ടിട്ട് എന്തിനാന്ന് തോന്നുന്നു ഗൈസ്. ചില ട്രക്കുണ്ട്, അഡ്വാൻസ് ട്രക്സൊക്കെ ഇതേപോലെ ഇരിക്കും. നമ്മൾ ഓരോ കയറ്റം കയറുമ്പോഴും കയറ്റം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. സൂപ്പർ ആട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കയറാനായിട്ട്. എത്ര വയ്യാതായാലും ഞാൻ കയറും. അണ്ണൻ കയറി പോണേ. അപ്പം ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത്, താഴേന്ന്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കയറ്റാണ്. ഇപ്പം മനസ്സിലായില്ലേ കയറ്റം എങ്ങനെയാണ്. ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗമല്ലേ, ആ മോൾ ഭാഗം, നമ്മളവിടെ എത്തുമ്പോൾ വിചാരിക്കും പ്ലെയിനാണ്. അല്ല, വീണ്ടും കയറണം. അയ്യോ, ഇതേപോലൊരു നിർത്താണ്ട് 3/4 മണിക്കൂർ കയറ്റമുണ്ട്. എന്നിട്ട് കുറച്ച് പ്ലെയിൻ, പിന്നെ വീണ്ടും കയറ്റം, പിന്നെ ഇറക്കം, വീണ്ടും കയറ്റം. ഇതേ പണാടാ, ഞാൻ പറഞ്ഞില്ലേ ഇനിയും കയറാനുണ്ട്. അയ്യോ, ഇടയ്ക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പണി പാളിയായിരുന്നു. വഴി തെറ്റി. ഈ കാണുന്ന ഒരു ഇടവഴി കൂടിയായിരുന്നു പിന്നക്കിൾസിലോട്ട് പോകേണ്ടത്. പക്ഷെ ഞങ്ങളൊരു 1.5 മണിക്കൂർ ഫ്രണ്ടിലോട്ട് വീണ്ടും നടന്നായിരുന്നു. എന്നിട്ട് അപ്പുറത്ത് എക്സിറ്റ് എത്തി. അങ്ങനെ തിരിച്ച് വീണ്ടും നടന്ന് ഈ സ്ഥലത്തെത്തി. പുള്ളി ആ പിന്നക്കിൾസ് പേജസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണതിൻ്റെ ഡയറക്ഷൻ അവിടെ മരത്തും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ പേജസ് പിന്നക്കിൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടോ. പക്ഷെ എൻ്റെ മോനെ ഗായ്സ്, നിങ്ങളെന്നെ കാണും, ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. ഞാൻ ഇതുവരെ പോയ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈംബായിരുന്നത്. കാരണം അത്രയ്ക്ക് റിസ്ക്കി ആയിരുന്നു, പക്ഷെ അതിനനുസരിച്ച് അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ശാന്തം പോളന്തിയാൽ എന്തെങ്കിലും കയറി പോകുന്നത് ഞാൻ നിർത്തി. എനിക്ക് പറ്റില്ല, ഇത് ഇത്ര എനിക്ക് പറ്റുള്ളൂ. ഇത് തന്നെ എൻ്റെ മാക്സിമം ആണ്. ഇതൊക്കെ കിട്ടുന്ന സ്ഥലം. ഹായ് ഗായ്സ്, നമ്മളൊരു പീക്കിലാണ്, ടോപ്പ് ഓഫ് എ പീക്ക്. എത്ര എന്തൊക്കെ മല കയറ്റിട്ടാണ് ഇവിടെ എത്തിയത്. ഹാർഡസ്റ്റ് ക്ലൈംബാട്ടത് ഇതുവരെ. ശരിക്കും ലൈറ്റ് കാണണം. ആരും കാണണ്ടോ? അതെ അതെ, ആരും കണ്ടില്ല. ഒരു പ്രോട്ടീൻ ബാർ ഉണ്ട്, ഒരു കുക്കി ഉണ്ട്, ചോറ്, പോർക്ക്, പിന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ ബീഫ് ജെർക്കി, ബീഫാട്ടോ. പിന്നെ അണ്ണൻ്റെ വക ഡയറി മിൽക്കുണ്ട്. ഭാഗത്ത് ഇപ്പോൾ പോർക്ക് ട്രൈ ചെയ്യാൻ പോവാണ്, കേരള സ്റ്റൈൽ. യു ഷുഡ് ഈറ്റ് വിത്ത് റൈസ്. പിന്നീട് പുള്ളി എൻ്റെ ഫുൾ റെസിപ്പി വാങ്ങിയെടുത്തായിരുന്നു. 2 hours later. ഓൾമോസ്റ്റ് താഴെ എത്തി. എൻ്റെ ആകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഹൈക്കാറുണ്ട് ഗൈസ്. ഇത്ര പ്രതീക്ഷ ഉണ്ടായില്ല, ഇത് എന്താന്ന് പോലെ അറിയാണ്ട് ഞാൻ വന്നത്. ഇങ്ങനെയും പ്രത്യേകിച്ച് പിടിയൊന്നും ഉണ്ടായില്ല. മോനെ അവസാനം, അതെ ഗൈസ്, അവസാനം വി മേഡ് ഇറ്റ് ബാക്ക്. ടോട്ടൽ ഓൾമോസ്റ്റ് 15 കിലോമീറ്റർ ട്രെക്കായിരുന്നത്. ഞാൻ കയറിയ കടയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെക്ക്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ലൈഫ് അതത്ര എളുപ്പമല്ല കേട്ടോ. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സും ജോലിയും, പിന്നെ കിട്ടുന്ന ഒരു ദിവസം ആ ഫ്രീ കിട്ടുന്നത് അസൈൻമെൻറ്റൊക്കെ ചെയ്ത് അതും പോകും. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ എനിറ്റും ജോലിക്ക് മുമ്പൊക്കെ ആയിട്ടാണ് ഈ ഹൈക്കിനൊക്കെ പോണത്. പക്ഷെ അതുണ്ടാക്കുന്ന മെമ്മറീസും അത് തരുന്ന സന്തോഷം അത് ഇതുവരെ മറ്റൊരു സാധനത്തിനും തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ്, when you're sitting alone, go for a hike and don't forget to like, share and subscribe. Thank you.